എല്ലാ തരം കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ കഴിയുക എന്നത് നല്ല സ്വഭാവ നടന്മാർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ്. പല പ്രായത്തിലുള്ള നിറഭേദങ്ങളുള്ള കഥാപാത്രങ്ങളായി പകർന്നാടാൻ അവർക്ക് സാധിക്കും. യശശരീരനായ KP ഉമറിൻ്റെ കാര്യം തന്നെ എടുക്കാം. 18-ാം വയസ്സിൽ 90 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം നാടകരംഗത്ത് ശ്രദ്ധേയനായത്. പിന്നീട് സിനിമാ രംഗത്ത് വന്നപ്പോഴും പ്രതിനായകൻ്റെ വേഷങ്ങളായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. എന്നാൽ ആ ഒരു ഇമേജിൽ തളഞ്ഞു പോകാതെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ വേഷങ്ങളും ചെയ്യുവാൻ സാധിച്ചു. ഒരു നായകന് വേണ്ട രൂപസൗഭാഗ്യം തികഞ്ഞ ഉമ്മുക്കയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ചില കാമുക വേഷങ്ങളും ലഭിച്ചു. 1970 പുറത്തിറങ്ങിയ താര എന്ന ചിത്രത്തിലെ ഉത്തരായന കിളി പാടി എന്ന ഈ ഗാനരംഗം ശ്രദ്ധിക്കൂ. ഉത്തരായന കിളി പാടി ഉന്മാദിനിയെ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടെ. ഉത്തരായന കിളി പാടി ഉന്മാദിനിയെ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടെ. ഉത്തരായന കിളി പാടി. കുറുനിരകൾ മാടിയൊതുക്കി കുനുകൂന്തൽ നെറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ ഉടവ ചുറ്റി. കുറുനിരകൾ മാടിയൊതുക്കി കുനുകൂന്തൽ നെറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ ഉടവ ചുറ്റി. മുത്തോല കുട ചൂടി മൂവന്തി പുഴ നീന്തി മൺവിളക്കുമേന്തി വരും വെണ്ണിലാവേ എൻ വികാരം നിന്നിൽ വന്നു നിറയുകില്ലേ ഒരു നാൾ നിറയുകില്ലേ. ഉത്തരായന കിളി പാടി ഉന്മാദിനിയെ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടെ. ഉത്തരായന കിളി പാടി. മലർമിഴിയാൽ കവിതയുണർത്തി മധുരസ്മിതം ചുണ്ടിൽ വിടർത്തി മാറിൽ കസവുള്ള കച്ച കെട്ടി. മലർമിഴിയാൽ കവിതയുണർത്തി മധുരസ്മിതം ചുണ്ടിൽ വിടർത്തി മാറിൽ കസവുള്ള കച്ച കെട്ടി. കർപ്പൂര തളികയുമായി കസ്തൂരി തിലകവുമായി നൃത്തമാടിയാടി വരും പെൺകിടാവേ നിന്റെ ദാഹം എന്നിലേക്കു പകരുകില്ലേ ഒരു നാൾ പകരുകില്ലേ. ഉത്തരായന കിളി പാടി ഉന്മാദിനിയെ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടെ. ഉത്തരായന കിളി പാടി. 1964 പുറത്തിറങ്ങിയ രാജ് കപൂറിൻ്റെ സംഘം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ട്രെൻഡ് സെറ്ററാണ്. ഒരു ത്രികോണ പ്രണയകഥ പറഞ്ഞ ഈ ചലച്ചിത്രത്തിന് ശേഷം
സംഗം ട്രയാങ്കിൾ എന്നൊരു ഫോർമുല തന്നെ ഹിന്ദി സിനിമ അനുവർത്തിച്ചു തുടങ്ങി. രാജേന്ദ്രകുമാർ, വൈജയന്തിമാല, രാജ് കപൂർ എന്നിവരായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശങ്കർ ജയകിഷൻ ടീം ഒരുമിച്ചാണ് സംഗീതം ചെയ്തിരുന്നതെങ്കിലും അവർ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് വെവ്വേറെയായിരുന്നു. അതായത് ഗാനങ്ങൾ എഴുതുന്നത് ശൈലേന്ദ്രയാണെങ്കിൽ സംഗീതം ജയകിഷനും, ഗാനങ്ങൾ എഴുതുന്നത് ഹസ്രത് ജയ്പുരി ആണെങ്കിൽ സംഗീതം ശങ്കറുമായിരുന്നു ചെയ്തിരുന്നത്. ഇതിലെ ഗാനങ്ങൾ എഴുതിയത് ഹസ്രത് ജയ്പുരിയാണ്. ശങ്കർ ജയകിഷൻ ടീമിൻ്റെ എക്കാലത്തെയും അനശ്വരമായൊരു ഗാനം മുഹമ്മദ് റാഫി സാബിൻ്റെ ശബ്ദത്തിൽ യേ മേരാ പ്രേമ പത്ര